ഹായ്, നമ്മളിന്ന് അടൂർ ഒരു ചെറിയ വാട്ടർ തീം പാർക്കുണ്ടേ, അവിടെ പോവാണ്. മോക്കൊക്കെ അവധിയായതുകൊണ്ട് പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്ന് വിചാരിച്ചൊന്ന് ഇറങ്ങിയതാണ്. ചെറിയൊരിതാട്ടോ. പിന്നെ നമ്മളിവിടെ തന്നെ പോകാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് എഫ് ഉള്ളതുകൊണ്ട് എഫുവിനെയും കൊണ്ട് വലിയ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് അവനെയും കൊണ്ട് ഒരിടത്തും കയറാനും പറ്റുന്ന ഒരു പ്രായമല്ല. അപ്പോൾ അവനെ കൊണ്ട് എങ്ങും കയറാനും പറ്റത്തില്ല, വെറുതെ യാത്രയും ആയിപ്പോകും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരിതായതുകൊണ്ട് നമുക്ക് അവനെ കൊണ്ട് അവിടെ റിലാക്സ് ചെയ്യുകയും ചെയ്യാം. നമുക്കങ്ങനെ ഏകദേശം അടുത്ത് തന്നെ അരമണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അപ്പം എല്ലാം കൊണ്ടും പറ്റിയ ഒരിതായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷം കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ വാലിയിലെത്തി. വേണ്ട ഇതിവിടെയാണ് മെയിൻ എൻട്രൻസ്. അപ്പോൾ അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്രീൻ വാലി മൾട്ടി തീം പാർക്ക് അടൂർ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കടന്നു. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 3 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. 3 വയസ്സിന് എബോവ് ഉള്ളവർക്ക് 300 അഡൽറ്റിന് 350 ടിക്കറ്റ് റേറ്റ്. ഇരുന്നോ എവിടെയാണല്ലോ ഇരുന്നു? നിങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ ആദ്യം കയറിയത് ഈ ഒരു കാറിലാണ്. അത് സ്റ്റാർട്ടായപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ച് പോയാലെന്നുള്ള പേടിച്ചിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഹനൂട്ടിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിനകത്തൊക്കെ കയറുന്നതൊക്കെ പിള്ളേർക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമാണ്. എഫുന് ആദ്യമൊക്കെ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നെങ്കിലും അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും കരച്ചിലിൻ്റെ വക്കിലെത്തിയായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഇതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് പിള്ളേരുടെ പാർക്കിംഗ് അല്ലല്ലോ, കുട്ടികളുടെ പാർക്ക് ഏരിയയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെയുള്ള കുറേ സെറ്റപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ലൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർ അതിലൊക്കെ കയറി ഊർന്ന് നിരങ്ങിയൊക്കെ കളിച്ച്. ഹന്നൂട്ടിയുടെ ഓട്ടം കണ്ടപ്പോൾ എനിക്ക് CD മൂസിലെ ബിന്ദു പണിക്കരെ ഓർമ്മ വന്നു കേട്ടോ. ഈശ്വരാ, ഞാൻ എന്തൊക്കെ എടുക്കുമെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആയ പോലെ ഞാൻ അതിലെന്ത് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ച് നടക്കുമായിരുന്നു കേട്ടോ ഇവളും. സാധാരണ കിഡ്സ് പാർക്കിലൊക്കെ പോകുമ്പം നമ്മൾ അത്യാവശ്യം പോസ്റ്റ് അടിച്ചതിന് നിൽക്കാറുണ്ടല്ലേ പേരൻസ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ പോസ്റ്റ് അടിക്കേണ്ടി വരികയില്ല. നമുക്ക് ഈ ഇടയ്ക്കൊക്കെ ഒന്ന് കയറാൻ പറ്റുന്ന റൈഡൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കും ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടി കയറാൻ പറ്റുന്ന സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് പോസ്റ്റ് അടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. നമുക്ക് ഇടയ്ക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. മൊത്തം ചവിട്ടി പിടിച്ച് തിരിച്ചോ, കുറേ തിരിക്കുമ്പോൾ ഓടിക്കോളും അല്ലേ? കുറച്ച് നേരം സ്ലൈഡിലും അവിടെ ഇവിടെയൊക്കെ ഊർന്ന് നിരങ്ങിയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോയത് ഈ ഇലക്ട്രിക് കാറിൽ ഒന്ന് ഓടിച്ചു നോക്കാനാണ് കേട്ടോ. ഇവിടെ 3 ഇലക്ട്രിക് കാറേ ഉള്ളൂ. പക്ഷേ ഇവിടെ അധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യം പോലെ കയറാനും കളിക്കാനും ഓടിക്കാനും ഒക്കെ പറ്റുമേ. ഞാനും ഹന്നൂട്ടിയാണ് കേട്ടോ ആദ്യം ഓടിക്കാൻ വേണ്ടി കയറിയത്. വരുന്നത് ഞാനാണ്. ഹന്നൂട്ടിക്ക് പിന്നെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ ഡ്രൈവ് ചെയ്തുള്ളൂ കേട്ടോ. കാറിൻ്റെ എണ്ണമൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, നമുക്ക് നല്ലപോലെ ഓടിച്ച് കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിവിശാലമായ ഷോറൂം ഇങ്ങനെ കിടക്കുമല്ലേ. പിന്നെ അതേപോലെ എപ്പോഴും ഇടിക്കുമെന്നുള്ളൊരു പേടിയും വേണ്ട കേട്ടോ. അത്യാവശ്യം ടൈമൊക്കെ കിട്ടി കേട്ടോ. ഇങ്ങനെ കുറേ ടൈം എടുത്ത് എൻജോയ് ചെയ്യാനൊക്കെയുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് 1-2 തവണയും കൂടെ ഇതിലൊക്കെ കയറുകയും ചെയ്തേ. അവിടെ പിന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ട്. അവിടെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സെക്ഷനാണ് ഇത്. അപ്പം അതൊരു ഹോൾ പോലെ ഒരു റൂം പോലെ ഉള്ളതിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് വീലോ കാര്യങ്ങളോ ഒന്നും അടിക്കത്തുമില്ല. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ, അത് 1 വയസ്സൊക്കെ ഇരിക്കാൻ പ്രായമായ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ മറ്റേ മിസ്റ്റർ ബീൻ്റെ ഒരു എപ്പിസോഡിനകത്ത് ഇങ്ങനെ കാണിക്കുന്നില്ലേ, അത് ഓർമ്മ വന്നേ.
ഫ്രൂട്ടിന് ഈ സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ നന്നായിട്ട് ഏതാണ്ട് വലിയ കാർ ഓടിക്കുക എന്നുള്ള രീതിയിൽ സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ ട്രാംപോലൈനുണ്ട്. അതിൽ പിള്ളേർ കയറി കുറേ നേരം ചാടിക്കുത്തി മറിഞ്ഞു. അപ്പോൾ ഇവനധികം ചാടാറായിട്ടില്ല, ചാടുമ്പം തലയും കുത്തി വീഴലായിരുന്നു. എന്നാലും അവനെക്കൊണ്ടൊന്ന് പറ്റുന്ന രീതിയിലൊക്കെ അവൻ 1-2 ചാട്ടമൊക്കെ നടത്തി. ഇപ്പോൾ സമയം 1 മണിയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് നല്ല ചൂടാണ്, ഫാനിൻ്റെ എണ്ണമൊക്കെ കുറവാണ്, അതുകൊണ്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പോയി ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കോൺ ഐസൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് ചൂട് പണ്ടേ പറ്റിയല്ല, അതുകൊണ്ട് ഇന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. ഞാനൊക്കെ പണ്ട് അംഗനവാടി പഠിച്ചുകൊണ്ടിരുന്നപ്പം അവിടുത്തെ മെയിനായിട്ടുള്ളതെന്നല്ല, അവിടെ ആകപ്പാടെയുള്ള ഒരു കളിപ്പാട്ടം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു കോഴിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരുന്ന് ആടാൻ പറ്റുന്ന ഒരു കോഴി, ആ സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഇങ്ങനെ ചെറിയ സംഭവമുണ്ട്. കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് വേണ്ടി വലിയ ഇങ്ങനെ കറങ്ങണ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന് അവിടെ ഇരുന്നും ഹന്നൂട്ടി അവിടെ നിന്നുമൊക്കെ കറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ബിരിയാണിയാണ്, അത് ഇവിടുന്ന് മേടിച്ചതാണ്. അപ്പം നമ്മൾ വരുമ്പോഴേ അവർ ഫുഡ് വേണമെന്ന് ചോദിക്കും, വേണമെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്താൽ മതി. അപ്പം സമയമാകുമ്പം ഫുഡൊക്കെ വരും. പക്ഷേ 200 രൂപയാണ് റേറ്റ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിതേ നേരെ പൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ ഹന്നൂട്ടിയൊക്കെ ഈ ഒരു ഇതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത് കേട്ടോ. പൂളിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാൻ വേണ്ടിയാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളും ഇരുന്നത്. കാരണം വെച്ചാൽ ഇടയ്ക്ക് കയറി നനഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് ഫുഡ് കഴിക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ അത്രയും നേരം അവിടെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കുമായിരുന്നു. എഫ്രു ഉണ്ടാകുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഇവിടെ ഓൾറെഡി ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളല്ലാതെ പാർക്കിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ ഹന്നൂട്ടിക്ക് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എഫ്രൂട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ പൂളിൽ ഇറങ്ങുന്നത്. അതിന് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. ഇവിടെ സൈഡ് വശത്തായിട്ട് ഒരു ചെറിയ പൂളുണ്ട്, ഇതിനോട് ചേർന്നത്. ഇത് കണ്ടോ, ഇവിടെ കൊച്ചു കുട്ടികൾക്ക് ഇവനിതേ മുട്ടപ്പം വരെ മാത്രമേ ഉള്ളൂ വെള്ളമൊക്കെ, കുഴപ്പമൊന്നുമില്ല. വീണു പോയാലും ഒന്നും പറ്റുകയില്ല. അതിന് താഴെയായിട്ട് അതിന് തൊട്ടിപ്പുറത്ത് ആ ഒരു ബാരിക്കേഡ് പോലെ ഉണ്ടോ, അതിനപ്പുറത്തായിട്ട് വലിയവർക്കുള്ള പൂളും ഒക്കെയുണ്ട്. അപ്പം നമുക്കും എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പൂളും കാര്യങ്ങളും എല്ലാം ആ 300-350 എന്ന് പറയുന്ന ആ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ്. ഞാനിതുവരെ പൂളിലേക്കൊന്നും ഇറങ്ങിയില്ല, കാരണം ഞാൻ വിചാരിച്ചു ആദ്യം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പയ്യെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ആദ്യം ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവൻ എവിടുന്നോ ഒരു ബലൂണ് കിട്ടി, അതൊക്കെ വെച്ച് വെള്ളത്തിൽ കിടന്ന് ഭയങ്കര കളിയായിരുന്നു. അപ്പുറത്തായിട്ട് ഒരു 3 വാട്ടർ സ്ലൈഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റുന്ന വലിയ വാട്ടർ സ്ലൈഡാണ്. പിന്നെ ഈ ചെറുതിലും ഞങ്ങളെല്ലാവരും കയറിയായിരുന്നു, അത് വേറെ കാര്യം. അപ്പം വലിയ സ്ലൈഡ് അപ്പുറത്തുണ്ട്. അപ്പം ഇവിടെയൊക്കെ കയറി മടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പുറത്ത് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ഞാനും വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി. മമ്മയ്ക്ക് എടി ഹന്നെ, കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും മൊത്തമായിട്ട് തന്നെ ഒരു ഫുൾ ഡേ വളരെ കുറഞ്ഞ ചിലവിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് അടൂരിലെ കൺവെൻഷൻ സെൻറ്ററിലാണ് ഈ ഗ്രീൻ വാലി സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് നേരം വെള്ളത്തിൽ കളിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇഫ്രൂനെ വെള്ളത്തിലിറക്കിയത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുള്ളിക്ക് പിന്നെ കയറുകയേ വേണ്ട, അവിടെ തന്നെ കിടന്ന് കയ്യും കാലും ഇട്ടൊക്കെ അടിച്ച് അവിടെ തന്നെ കളിക്കുമായിരുന്നു. ഹന്നൂട്ടി പിന്നെ ഞങ്ങളെ ആരെയും നോക്കുന്നു ഒന്നുമില്ലായിരുന്നു. അവൾ തന്നെ അവൾക്ക് ഇഷ്ടമുള്ളതിലൊക്കെ പോയി കയറുകയും കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമുക്കങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല, നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്, നമുക്ക് പിന്നെ ആ ധൈര്യവും ഉണ്ടായിരുന്നു. എഫ്രൂനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു ഫുൾ ഡേ പരിപാടിയായിട്ടൊക്കെ ഇറങ്ങിയേക്കുന്നത് കേട്ടോ, അതും വെള്ളത്തിലും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾക്ക് അവൻ സീനാക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്നാണേലും പുള്ളിക്കാരന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. നമ്മൾ സീനായി പോസ്റ്റാക്കട്ടെ യാതൊരു സാഹചര്യം ഉണ്ടാക്കിയില്ല. അവിടെ ചെന്ന് ഫുൾ ടൈം രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ.
കേട്ടോളൂ. മമ്മ അതെ മമ്മ മമ്മ ദേ മമ്മ ദേ മമ്മ ദേ മമ്മ ദേ മമ്മ ഊർന്ന് വരുന്നടാ. ദേ 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 മമ്മ മമ്മ വരുവാണേ. ഹലോ അതെ നമുക്ക് അന്ന അന്ന മോളിൽ രണ്ട് തൊഴിയൊക്കെ കൊടുത്ത്. അയ്യോ പേടിച്ചു പോയോ ഇപ്പോഴും ഇത് വന്നിട്ട് വേണ്ടേ. ഓരോരുത്തരുടെ ലൈഫിൽ എന്തിനെങ്കിലും പേടി കാണുകയല്ലേ. അങ്ങനെ എനിക്ക് പേടിയുള്ള ഒരു സംഭവമാണ് ഹൈറ്റ്. ആ ഹൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും എനിക്ക് അറ്റാക്ക് വരുന്നൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ മിനിറ്റുകൾ നീണ്ടു നിന്ന ശ്രമങ്ങൾക്കും ഒരുപാട് പേരുടെ എന്താ പറയുക, എനിക്ക് എന്ന ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ വന്നതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഇപ്പം കണ്ടത്. എന്നോടൊപ്പം അപ്പുറത്തെ സൈഡിൽ മറ്റൊരു കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ, അതിനും സെയിം അവസ്ഥയാണ് കേട്ടോ. പേടിച്ചിട്ട് താഴ്ത്തു വരാനുള്ള ധൈര്യമില്ലാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഞാനിങ്ങ് പോന്നിട്ടും പുള്ളിക്കാരത്തി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് തന്നെ നമ്മൾ പരിചയപ്പെട്ട കുറച്ച് കുട്ടികളാണ്. അവർ എനിക്ക് താഴെ നിന്ന് 4-5 പേര് വല വിരിച്ചെന്ന് പറഞ്ഞ പോലെ 4-5 പേര് ഷീറ്റെല്ലാം വിരിച്ച് എനിക്ക് സപ്പോർട്ടും തന്ന് ഒന്നും പറ്റിയില്ല ചേച്ചി ഞങ്ങൾ പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അത്ര ധൈര്യം തന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് താഴെ എത്തിയത് കേട്ടോ. വൈകിട്ട് 6 മണിക്കാണ് കേട്ടോ ഈ പാർക്കിൻ്റെ ക്ലോസിങ് ടൈം. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ക്ലോസ് ചെയ്യുന്ന ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയത്. തിരിച്ചു വരുന്ന വഴി എഫ്രൂന് ഈ ആനേനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ആനയൊക്കെ കയറി കണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. അവിടെ വെള്ളവാ, വെള്ളത്തിൽ പോയി ചാടി വെള്ളത്തിൽ പോയി ചാടി